ഹലോ ഫ്രണ്ട്സ്, എഫ് ഗുരു മലയാളത്തിന്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാർലി മങ്കറിന്റെ അമൂല്യമായ നിക്ഷേപ പാഠങ്ങൾ. വാറൻ ബഫറ്റിന്റെ അടുത്ത സഹായിയും ബെർക്ക്ഷയർ ഹാത്വേയിലെ വൈസ് ചെയർമാനുമായിരുന്ന ചാർലി മങ്കർ നിക്ഷേപത്തെക്കുറിച്ച് പലർക്കും അറിയാത്ത അനേകം കാര്യങ്ങൾ പഠിപ്പിച്ചു നൽകിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ജീവിതകാലത്തെ അനുഭവങ്ങളും പഠനങ്ങളും നിക്ഷേപത്തെക്കുറിച്ചുള്ള നമ്മുടെ ധാരണയെ മാറ്റിമറിച്ചു. അദ്ദേഹത്തിന്റെ 5 പ്രധാന നിക്ഷേപ തത്വങ്ങളിതാ. 1. വിഷമയമായ ആളുകളിൽ നിന്നും ചിന്തകളിൽ നിന്നും അകന്നു നിൽക്കുക. അവോയ്ഡ് ടോക്സിക് പീപ്പിൾ ആൻഡ് തോട്ട്സ്. നമ്മുടെ ജീവിതത്തിലെന്ന പോലെ നിക്ഷേപത്തിലും നമ്മൾ ആരുമായി ഇടപഴകുന്നു എന്നത് വളരെ പ്രധാനമാണ്. അവിശ്വസനീയമായ കമ്പനികളിലോ മോശം നേതൃത്വമുള്ള സ്ഥാപനങ്ങളിലോ നിക്ഷേപിക്കുന്നത് നമ്മുടെ സമ്പത്തെ നഷ്ടപ്പെടുത്താൻ ഇടയാക്കും. ഒരു കമ്പനിയിൽ നിക്ഷേപിക്കുന്നതിന് മുമ്പ് അതിനെക്കുറിച്ച് നന്നായി പഠിക്കുക. ഒരു കമ്പനിയുടെ ഫണ്ടമെന്റൽസ് ശക്തമാണോ എന്ന് പരിശോധിക്കുക. അവരുടെ റവന്യൂ മോഡൽ, പ്രൊഡക്റ്റ് മാർക്കറ്റ് ഫിറ്റ്, മത്സര നേട്ടം അഥവാ കമ്പറ്റിറ്റീവ് അഡ്വാൻറ്റേജ്, മാനേജ്മെന്റിന്റെ സത്യസന്ധത എന്നിവ അന്വേഷിക്കുക. ഊഹക്കച്ചവടം അഥവാ സ്പെക്യുലേഷൻ അധിഷ്ഠിതമല്ലാത്ത ദീർഘകാല മൂല്യം സൃഷ്ടിക്കുന്ന കമ്പനികളെ തിരഞ്ഞെടുക്കുക. മോശം വാർത്തകൾ നിറഞ്ഞ മാധ്യമങ്ങളിൽ നിന്നും നിരാശാജനകമായ സാമ്പത്തിക വാർത്തകൾ നിറഞ്ഞ സോഷ്യൽ മീഡിയയിൽ നിന്നും അകന്നു നിൽക്കുക. ഇത്തരം വിഷമയമായ അഥവാ ടോക്സിക് വിവരങ്ങൾ നിക്ഷേപ തീരുമാനങ്ങളെ പ്രതികൂലമായി ബാധിക്കും. 2. വിപരീതമായി ചിന്തിക്കുക. തിങ്ക് ഇൻ റിവേഴ്സ്. പലരും എങ്ങനെ സമ്പന്നരാകാം എന്ന് ചിന്തിക്കുമ്പോൾ ചാർലി മങ്കർ എങ്ങനെ പരാജയപ്പെടാം എന്ന് ചിന്തിക്കാൻ നിർദ്ദേശിക്കുന്നു. പരാജയത്തിലേക്ക് നയിക്കുന്ന കാരണങ്ങൾ മനസ്സിലാക്കിയാൽ അവ ഒഴിവാക്കാൻ നമുക്ക് കഴിയും. ഉദാഹരണത്തിന്, വളരെ വേഗത്തിൽ സമ്പന്നരാകാൻ വാഗ്ദാനം ചെയ്യുന്ന പദ്ധതികളിൽ നിന്ന് അകന്നു നിൽക്കുക. അമിതമായ റിസ്ക് എടുക്കൽ അഥവാ എക്സസീവ് റിസ്ക് ടേക്കിംഗ്. വൈകാരികമായ നിക്ഷേപ തീരുമാനങ്ങൾ, അതായത് എമോഷണൽ ഇൻവെസ്റ്റിംഗ്. ഹ്രസ്വകാല ലാഭം മാത്രം ലക്ഷ്യമിടൽ അഥവാ ഷോർട്ട് ടേം ഫോക്കസ്. പൂർണ്ണമായ ഗവേഷണം നടത്താതെ നിക്ഷേപിക്കൽ എന്നിവ പരാജയത്തിലേക്ക് നയിക്കുന്ന പ്രധാന കാരണങ്ങളാണ്. ഈ തെറ്റുകൾ ഒഴിവാക്കുന്നതിലൂടെ നമ്മുടെ മൂലധനം സംരക്ഷിക്കാൻ കഴിയും. 3. ഒന്നിലധികം മാതൃകകൾ ഉപയോഗിക്കുക. ബിൽഡ് എ ലാറ്റിസ് വർക്ക് ഓഫ് മെന്റൽ മോഡൽസ്. നിക്ഷേപം എന്നത് കണക്കുകൾ മാത്രമല്ല, മനുഷ്യരുടെ മനസ്സിനെയും സാമ്പത്തിക ശാസ്ത്രത്തെയും കുറിച്ചുള്ള അറിവിനെയും ആശ്രയിച്ചിരിക്കുന്നു. ചരിത്രം, മനഃശാസ്ത്രം, സാമ്പത്തിക ശാസ്ത്രം തുടങ്ങിയ വിഷയങ്ങളെക്കുറിച്ചുള്ള അറിവ് നല്ല നിക്ഷേപ തീരുമാനങ്ങൾ എടുക്കാൻ സഹായിക്കും. ചരിത്രം പഠിക്കുന്നത് മുൻകാല തെറ്റുകൾ ആവർത്തിക്കാതിരിക്കാൻ സഹായിക്കും. ഉദാഹരണത്തിന്, 2000-ലെ .com ബബിൾ പോലുള്ള സംഭവങ്ങളെക്കുറിച്ച് പഠിക്കുന്നത് വിപണി കുമിളകളെ തിരിച്ചറിയാൻ സഹായിക്കും. മനഃശാസ്ത്രം മനസ്സിലാക്കുന്നത് നിക്ഷേപകരുടെ പക്ഷപാതങ്ങളെ അഥവാ ഇൻവെസ്റ്റർ ബയസസ്, അതായത് ഹേർഡ് മെന്റാലിറ്റി എന്നിവ തിരിച്ചറിയാൻ സഹായിക്കും. സാമ്പത്തിക ശാസ്ത്രം പഠിക്കുന്നത് മാക്രോ ഇക്കോണമിക് പ്രവണതകളെ മനസ്സിലാക്കാൻ സഹായിക്കും. ഈ വിവിധ മേഖലകളിൽ നിന്നുള്ള അറിവ് ഒരുമിച്ച് ചേർത്ത് ഒരു ലാറ്റിസ് വർക്ക് ഓഫ് മെന്റൽ മോഡൽസ് നിർമ്മിക്കുക. ഈ ലാറ്റിസ് വർക്ക് നിങ്ങളെ ഒരു ബഹുമുഖ നിക്ഷേപകനാക്കി മാറ്റും. 4. അർഹിക്കുന്നത് നേടുക. ഏൺ വാട്ട് യു ഡിസേർവ്. ഒരു രാത്രി കൊണ്ട് സമ്പന്നരാകാൻ ശ്രമിക്കുന്നത് പലപ്പോഴും പരാജയത്തിലേക്ക് നയിക്കും. ദീർഘകാലത്തേക്ക് മൂല്യം സൃഷ്ടിക്കുന്ന കമ്പനികളിൽ നിക്ഷേപിക്കുക. ക്ഷമയോടെ ഇരിക്കുകയും വിപണിയിലെ ഏറ്റക്കുറച്ചിലുകളെ നേരിടാൻ തയ്യാറാകുകയും ചെയ്യുക. ഊഹക്കച്ചവടത്താൽ നയിക്കപ്പെടുന്നവയല്ല, മറിച്ച് യഥാർത്ഥ മൂല്യം സൃഷ്ടിക്കുന്ന കമ്പനികളിൽ നിക്ഷേപിക്കുക. ഹ്രസ്വകാല നേട്ടങ്ങൾ പിന്തുടരുന്നതിനു പകരം നിങ്ങളുടെ നിക്ഷേപങ്ങൾ വളരാൻ അനുവദിക്കാനുള്ള ക്ഷമയുണ്ടായിരിക്കുക. വൈകാരിക തീരുമാനങ്ങൾ എടുക്കാതെ വിപണിയിലെ ഏറ്റക്കുറച്ചിലുകളെ നേരിടാനുള്ള അച്ചടക്കം വികസിപ്പിക്കുക. ദീർഘകാല നിക്ഷേപം അഥവാ ലോങ് ടേം ഇൻവെസ്റ്റിംഗ് എന്നത് ഒരു മാരത്തൺ ഓട്ടമാണ്, ഒരു 100 മീറ്റർ ഓട്ടമല്ല. ക്ഷമയും അച്ചടക്കവും ഉള്ളവർക്ക് മാത്രമേ ഈ മാരത്തൺ ഓട്ടത്തിൽ വിജയിക്കാൻ കഴിയൂ. 5. നിരന്തരം പഠിക്കുക. ബിക്കം എ ലേണിംഗ് മെഷീൻ. നിക്ഷേപം എന്നത് ഒരു ആജീവനാന്ത പഠന പ്രക്രിയയാണ്. പുതിയ കാര്യങ്ങൾ പഠിക്കുക. വിപണിയിലെ മാറ്റങ്ങളെക്കുറിച്ച് അപ്ഡേറ്റ് ആയിരിക്കുക. കൂടുതൽ അറിവ് നേടുന്നതിലൂടെ നിങ്ങളുടെ നിക്ഷേപ തീരുമാനങ്ങൾ മെച്ചപ്പെടുത്താൻ കഴിയും. വാർഷിക റിപ്പോർട്ടുകൾ അഥവാ ആനുവൽ റിപ്പോർട്ട്സ്, സാമ്പത്തിക പ്രസ്താവനകൾ അഥവാ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് എന്നിവ വായിക്കുക. വിജയികളായ നിക്ഷേപകരുടെ ജീവചരിത്രങ്ങൾ അഥവാ ബയോഗ്രാഫീസ് പഠിക്കുക. മുൻകാല വിപണി തകർച്ചകളിൽ നിന്നും കുമിളകളിൽ നിന്നും പാഠങ്ങൾ ഉൾക്കൊള്ളുക. സാമ്പത്തിക മാറ്റങ്ങളെക്കുറിച്ച് അപ്ഡേറ്റ് ആയിരിക്കുക. പുതിയ സാങ്കേതിക വിദ്യകളെക്കുറിച്ച് പഠിക്കുക. ഉദാഹരണത്തിന്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എങ്ങനെ വിവിധ മേഖലകളെ സ്വാധീനിക്കുന്നുവെന്നും ഈ സാങ്കേതിക വിദ്യ എങ്ങനെ നിക്ഷേപ തീരുമാനങ്ങളെ ബാധിക്കുന്നുവെന്നും പഠിക്കുക. ചാർലി മങ്കറിന്റെ ഈ 5 പാഠങ്ങൾ നമ്മെ സമ്പന്നരാക്കാൻ മാത്രമല്ല, ജീവിതത്തിൽ വിജയിക്കാനും സഹായിക്കും. ടോക്സിക് ആളുകളിൽ നിന്ന് അകന്നു നിൽക്കുക, വിപരീതമായി ചിന്തിക്കുക, ഒന്നിലധികം മാതൃകകൾ ഉപയോഗിക്കുക, അർഹിക്കുന്നത് നേടുക, നിരന്തരം പഠിക്കുക എന്നീ തത്വങ്ങൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പ്രയോഗിക്കാവുന്നതാണ്. ഈ പാഠങ്ങൾ ജീവിതത്തിലെ എല്ലാ മേഖലകളിലും പ്രയോഗിക്കുക. മികച്ച തീരുമാനങ്ങൾ എടുക്കാൻ പഠിക്കുക. വിപരീത സാഹചര്യങ്ങളെ ഫലപ്രദമായി നേരിടാൻ പഠിക്കുക. നിരന്തരമായ പഠനത്തിലൂടെ നിങ്ങളുടെ കഴിവുകൾ വികസിപ്പിക്കുക. ഈ തത്വങ്ങൾ പ്രയോഗിക്കുന്നതിലൂടെ നിങ്ങൾ ഒരു മികച്ച നിക്ഷേപകനാകുക മാത്രമല്ല, നിങ്ങൾ ഒരു മികച്ച ചിന്തകനും തീരുമാനമെടുക്കുന്നവനും സമ്പത്ത് സൃഷ്ടിക്കുന്നവനും ആയിത്തീരും. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നിയെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.